കേരളത്തിൽ BJP ഉന്നം വയ്ക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലരും അത് നിസ്സാരമായി കാണും. വളരെ ലാഘവത്തോടു കൂടിയായിരിക്കും കാണുന്നത്. BJPക്ക് കേരളമെന്ന് പറയുന്നത് ഒരു ബാലികേറാമലയൊന്നുമല്ല. ഒന്നോർക്കണം, വെറും 2 സീറ്റിൽ തുടങ്ങിയ BJP ഇന്ന് രാജ്യം തുടർച്ചയായി 3-ാം വട്ടവും ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഒരു പാർട്ടിയായി മാറിയിരിക്കുകയാണ് BJP. ആ BJPയെ എങ്ങനെ ഒരു സംസ്ഥാനം അധികാരം പിടിക്കണം എന്നുള്ളത് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. അവർക്ക് അക്കാര്യത്തിൽ ഒരു ദിശാബോധമുണ്ട്. തന്ത്രങ്ങൾ മെനയാനുള്ള കഴിവുള്ളവർ പാർട്ടിക്കകത്തുണ്ട്. അതിൻ്റേതായ രീതിയിൽ അവർ മുമ്പോട്ട് പോകും. ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളും കോൺഗ്രസ് മുക്തം സംസ്ഥാനമാക്കി മാറ്റി തീർത്തു. ബംഗാളിലും തമിഴ്നാട്ടിലും കേരളത്തിലും അതുപോലെ തന്നെ കർണാടകയിലും അധികാരത്തിൽ വരും എന്നുള്ള രീതിയിലുള്ള പ്രവർത്തനമാണ് BJP നടത്തുന്നത്. 2026 കേരളത്തിലേക്ക് പ്രത്യേക നോട്ടമിട്ടിട്ടുണ്ട് കേന്ദ്ര നേതൃത്വം. അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, 2024 ലോക്സഭയിൽ പല നിയമസഭകളിലും BJP മുന്നിലാണ് എന്നുള്ള ഒരു പ്രധാന കാര്യം നമ്മൾ ഓർക്കണം. കേരളത്തിൽ അപ്പോൾ സാന്നിധ്യം ഉറപ്പിച്ചു കഴിഞ്ഞോ എന്ന് ചോദിച്ചാൽ BJP കൂടുതലായിട്ട് സാന്നിധ്യം ഉറപ്പിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ പശ്ചിമ ബംഗാളിൽ BJPയുടെ സാന്നിധ്യമുണ്ട്. അവിടെ തൃണമൂൽ കോൺഗ്രസുമായിട്ട് നേർക്കുനേർ പൊരുതിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള BJP കേരളത്തിലേക്ക് കടന്നു വരാനായിട്ട് അവർക്ക് വലിയ പ്രയാസമൊന്നുമില്ല. അപ്പോൾ അതിനുള്ള ചില തന്ത്രങ്ങളാണ് ആവിഷ്കരിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ കഴിഞ്ഞ വാരത്തില് അമിത്ഷാ കേരളത്തിലെത്തിയപ്പോൾ എന്താണ് പറഞ്ഞത്? 2026 കേരളത്തിൽ BJP അധികാരത്തിൽ വരും എന്ന്. ഇത് സുരേന്ദ്രനോ മറ്റോ പറഞ്ഞ വാക്കല്ല, ഇത് അമിത്ഷായാണ് പറഞ്ഞത്. അമിത്ഷാ അങ്ങനെ വെറും വാക്ക് പറയുന്ന ആളല്ല. ഒന്ന് ഓർക്കണം, അതിന് പല കാരണങ്ങളുണ്ട്. ആ 3-4 കാരണങ്ങൾ എണ്ണി നമുക്ക് പറയാം. ഒന്ന്, ആരിഫ് മുഹമ്മദ് ഖാൻ ഇവിടെ നിന്ന് ഗവർണർ സ്ഥാനത്ത് നിന്ന് മാറ്റി പുതിയ ഗവർണർ അധികാരത്തിൽ വരുന്നു. ആരിഫ് മുഹമ്മദ് ഖാന്റെ ഒരു പശ്ചാത്തലമല്ല ആർലേക്കർക്കുള്ളതെന്ന് മനസ്സിലാക്കണം. ആർലേക്കർ ഒരു RSSൽ നിന്ന് വരുന്ന ആളാണ്. മറാത്ത ബെൽറ്റിലുള്ള, സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് തന്നെ RSSുമായിട്ട് വലിയ ബന്ധമുള്ള ആളാണ്. ആ RSS ബെൽറ്റിൽ നിന്ന് വരുന്ന അദ്ദേഹത്തിന് ഒരു ഹാർഡ് കോറാണ് ആർലേക്കർ. അദ്ദേഹം ഗോവയിൽ മന്ത്രിയായിരുന്നു, ബീഹാറിൽ ഗവർണറായിരുന്നു. അങ്ങനെയുള്ള അദ്ദേഹത്തെ കേരളത്തിലേക്ക് വിട്ടപ്പോൾ ഭാരതാംബയുടെ ചിത്രവുമായിട്ടാണ് വിട്ടത്. ആ ഭാരതാംബയുടെ ചിത്രത്തിന് മുമ്പിൽ പല പാർട്ടിക്കാർക്കും വീഴേണ്ടി വന്നില്ലേ? മന്ത്രി ശിവൻകുട്ടിക്ക് എത്ര നാൾ അവിടെ നിന്ന് മാറി നിൽക്കാൻ കഴിയും? മന്ത്രി പ്രസാദിന് എത്ര നാൾ മാറി നിൽക്കാൻ കഴിയും? ആർലേക്കർ കേരളത്തിലേക്ക് വന്നപ്പോൾ പിണറായി വിജയനുമായിട്ടുള്ള കൂടിക്കാഴ്ചയൊക്കെ കഴിഞ്ഞ് കാര്യങ്ങളെല്ലാം മഞ്ഞുരുകി എന്നൊക്കെയാണ് പലരും പറഞ്ഞത്. പക്ഷേ അന്ന് ആരോ ഒരാൾ പറഞ്ഞു, ആർലേക്കർ അണലിപ്പാമ്പിനെ പോലെയാണ്. അണലിപ്പാമ്പെന്ന് പറഞ്ഞാൽ അതിങ്ങനെ ചുരുണ്ടുകൂടി കിടക്കും. വലിയ ഒച്ചയൊന്നും കേട്ടാലൊന്നും അങ്ങനെ പേടിച്ച് മറ്റ് ഇഴജന്തുക്കളെ പോലൊന്നും പോകത്തില്ല. അവനിങ്ങനെ പതിയിരിക്കും, അവിടെ കിടക്കും. അവൻ്റെ ഒരു കൊത്തേറ്റ് കഴിഞ്ഞാൽ അത് മതി തീരാൻ എന്ന് പറഞ്ഞതുപോലെ ആർലേക്കറോടെ കളിക്കുന്നത് സൂക്ഷിച്ചു വേണം. ആ ഒരു വലിയ സന്ദേശമാണ് ഇപ്പോൾ ഇവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആർലേക്കറെ വെറുതെ ഒരു ഗവർണറാക്കി ഇങ്ങോട്ട് കൊണ്ടുവന്നതല്ല. അതിന് പിന്നിൽ നിഗൂഢമായ ചില ലക്ഷ്യങ്ങളുണ്ട്. 2026 കേരളത്തിൽ ഭരണം പിടിക്കുന്നതിൻ്റെ ആദ്യത്തെ ഒരു കാരണം. രണ്ടാമത് വരുന്നത് പോലീസ് മേധാവിയായിട്ട് നിയമിതനായിരിക്കുന്ന റവാഡ ചന്ദ്രശേഖർ എന്തായിരുന്നു? കൂത്തുപറമ്പ് വെടിവെപ്പില്
പ്രതികളിൽ ഒരാളാണ് എന്നാണ് CPM കൊട്ടിഘോഷിച്ചുകൊണ്ട് നടന്നത്. ആ റവാഡ ചന്ദ്രശേഖർ ഇപ്പോൾ കേരളത്തിൻ്റെ പോലീസ് മേധാവിയായി നിൽക്കുകയാണ്. അതിന് പിന്നിൽ എന്താണ് നീക്കം? മൂന്നാമത്തെ കാര്യത്തിലേക്ക് വരുമ്പോൾ, കണ്ണൂരിൽ BJP നടത്തിയ ഒരു വലിയ സർജിക്കൽ സ്ട്രൈക്കാണ് സദാനന്ദൻ മാസ്റ്ററെ രാഷ്ട്രപതി രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്തിരിക്കുന്നു. ഒരു RSSകാരൻ. മുഴുവൻ പേരും ഞെട്ടിപ്പോയില്ലേ? അമിത്ഷാ കണ്ണൂരിൽ എത്തി. അതിനടുത്ത ദിവസമാണ് ഈ പ്രഖ്യാപനവും വന്നിരിക്കുന്നത്. എല്ലാ കാര്യങ്ങളും വളരെ മുൻകൂട്ടി തന്നെ, അടുക്കും ചിട്ടയോടുകൂടി തന്നെ മുമ്പോട്ട് പോവുകയാണ്. ഈ കാടടച്ച് വെടിവെച്ച് വലിയ ബഹളമുണ്ടാക്കി ഇപ്പോൾ ഭരണം പിടിച്ചു കളയും, ഞങ്ങൾ 35 സീറ്റ് നേടും, അത് നേടിക്കഴിഞ്ഞാൽ ഞങ്ങളായിരിക്കും കേരളം ഭരിക്കുന്നത് എന്നൊക്കെ പറയുന്ന ആ ഒരു രീതിയൊന്നുമല്ല. ഇത് പറഞ്ഞതൊക്കെ അമിത്ഷായാണ്. അതൊരു ബുദ്ധിരാക്ഷസനാണ്. രാഷ്ട്രീയം അമിത്ഷായെ പഠിപ്പിക്കേണ്ട കാര്യമില്ല. സദാനന്ദൻ മാസ്റ്റർ ഇനിയിപ്പോൾ ഔദ്യോഗിക യോഗങ്ങൾക്ക് വരുമ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ളവർക്ക് മാറി നിൽക്കാൻ കഴിയുമോ? സദാനന്ദൻ മാസ്റ്റർ എന്ന് തന്നെ വിളിച്ചുകൊണ്ട് അവിടെ കസേര കൊടുക്കേണ്ടി വരികയാണ്. അപ്പോൾ സദാനന്ദൻ മാസ്റ്ററെ ഇറക്കിയപ്പോൾ തന്നെ രാജ്യത്ത് വലിയൊരു സന്ദേശം കൊടുത്തിരിക്കുകയാണ്. CPMൻ്റെ അക്രമ രാഷ്ട്രീയത്തിനിരയായ മാസ്റ്ററാണ് അദ്ദേഹം. രാജ്യസഭയിൽ പ്രസംഗിക്കാൻ എഴുന്നേൽക്കുമ്പോൾ ജോൺ ബ്രിട്ടാസും AA റഹീമും ഒക്കെ എന്ത് ചെയ്യും? ഇനിയും രാജ്യസഭയിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ടി വരും, ഒളിച്ചോടും. സദാനന്ദൻ മാസ്റ്ററുടെ വാക്കുകളിലൂടെ സഭ പ്രകമ്പനം കൊള്ളിക്കുമ്പോൾ ജോൺ ബ്രിട്ടാസിനും റഹീമിനും എന്ത് പറയാൻ കഴിയും? അതുപോലെ നാലാമത്തെ കാര്യം, അമിത്ഷാ സമീപ സമയത്താണ് കേരളത്തിൽ വന്നു പോയത്. അപ്പോഴാണല്ലോ 2026 അധികാരത്തിൽ വരുമെന്നുള്ള പ്രഖ്യാപനം തന്നെ ഉണ്ടായത്. സാധാരണ BJP കേരളത്തിൽ വരുമ്പോൾ കോൺഗ്രസിന് ആണ് എതിരെ അതിശക്തമായ വാക്കുകൾ ഉപയോഗിച്ച് സംസാരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഒരു സംശയം തോന്നി, കോൺഗ്രസിന് എതിരെയല്ലേ BJP എന്ന്. കോൺഗ്രസിനെയും നേരിട്ടു, പക്ഷേ അതിനപ്പുറം CPMനെയാണ് ഇക്കുറി നേരിട്ടത്. മുഖ്യമന്ത്രിക്കെതിരെ കള്ളക്കേസുണ്ട്, പാർട്ടി വലിയ അഴിമതി ആരോപണങ്ങളിൽ പെട്ടു നിൽക്കുകയാണ്. ഇതാണ് അമിത്ഷാ പറഞ്ഞത്. അതിൽ നിന്ന് എന്താണ് വായിച്ചെടുക്കേണ്ടത്? BJP ഇത് കുത്തിപ്പൊക്കാൻ പോകുന്നു എന്നല്ലേ? BJP ഇത് കുത്തിപ്പൊക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPMനെ മൂടോടെ മുടിക്കുക എന്നുള്ളതാണ്. ത്രിപുരയിൽ നമ്മൾ കണ്ടതെന്താണ്? ത്രിപുരയിൽ ആരെങ്കിലും വിചാരിച്ചോ BJP ഇത്ര കയറിപ്പോകുമെന്ന്? അടപടലം വീണുപോയില്ലേ CPM? അതേ അവസ്ഥ കേരളത്തിൽ ഉണ്ടാക്കി വയ്ക്കും. മുഖ്യമന്ത്രിക്കെതിരെ കള്ളക്കേസുണ്ട് കേട്ടോ എന്നാണ് അമിത്ഷാ പറഞ്ഞത്. പിണറായി വിജയൻ പ്രസംഗിക്കുമ്പോൾ എല്ലാത്തിലും കേട്ടോ കേട്ടോ എന്നിങ്ങനെ ചോദിക്കാറുണ്ട്. അതേ രീതിയിൽ തന്നെ അമിത്ഷാ അത് പ്രയോഗിച്ചു. അപ്പോൾ പിണറായി വിജയൻ കുരുക്കിൽ വീഴാൻ പോകുന്നു എന്നാണ് അമിത്ഷാ നൽകിയിരിക്കുന്ന സൂചന. അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. അമിത്ഷാ പറയുന്ന വാക്കുകൾ വെറും വാക്കല്ല, അത് വരികൾക്കിടയിലൂടെ വായിച്ചു പോകണം. അതിൽ കാര്യങ്ങളെല്ലാം അടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഈ 4 കാരണങ്ങൾ വെച്ച് നോക്കുമ്പോൾ കാര്യകാരണ സഹിതം നമുക്ക് പറയാം, BJPക്ക് കേരളം ബാലികേറാമലയല്ല, അതിൻ്റെ പദ്ധതികളാണിപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ പദ്ധതികൾ അനുസരിച്ച് കൃത്യമായിട്ട് കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ അണിയറയിൽ വലിയ പ്രവർത്തനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്.